ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 3/6/2024, 4/6/2024. 2024 20ാമത് പി കേശവദേവ് സാഹിത്യ അവാർഡിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി വിരമിച്ച ആദ്യ വനിത രുചിര കാംബോജ്. 2024 തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ ഇന്ത്യ എത്ര മെഡലുകൾ കരസ്ഥമാക്കി? 7 മെഡലുകൾ. ലോക സൈക്കിൾ ദിനം ജൂൺ 3. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ നീത കെ ഗോപാൽ. മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളൂർ പുരസ്കാരത്തിന് 2024 അർഹനായത് ഏഴുമാറ്റൂർ രാജരാജവർമ്മ. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഇന്ത്യയിൽ ആദ്യമായി കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI ആസ്പദമാക്കിയുള്ള സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവ്. 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേഷണത്തിനായി ISROയുമായി സഹകരിക്കുന്ന കമ്പനി വിപ്രോ. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ജീവാനന്ദം. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ. 15ാമത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടൽ സമഗ്ര പ്ലസ്. ഐസ്ലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹല്ല തോമസ് ഡോട്ടീർ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് ഗർത്തത്തിലാണ് ചൈനയുടെ ചാങ്ഇ 6 പേടകം ഇറങ്ങിയത്? അപ്പോളോ ബേസിൽ. Thanks for watching. Please like and subscribe.